സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടിയില്ലേ? അപ്പൊ നമ്മ രണ്ടാമത്തെ വണ്ടിയല്ലേ? അതെ. സീറോ ഡൗൺ പേയ്മെന്റ് ഉള്ള രണ്ടാമത്തെ വണ്ടിയാണ്. അപ്പൊ 1,00,000 താഴെ വെറും 90,000 രൂപക്ക് V3 ഇരിക്കുന്നുണ്ട്. 10 രൂപ 15 രൂപ ആ റേഞ്ചിൽ ഏകദേശം 10-15 ഡൗൺ പേയ്മെന്റിൽ ആ വണ്ടി കിട്ടുന്നതാണ്. ഇനി ബുള്ളറ്റുകളുടെ മുമ്പിൽ ചാകരകൾ വരുന്നുണ്ടല്ലോ ഇവിടെ നോക്കുമ്പോൾ. റോയൽ എൻഫീൽഡ് ചാകരയാണോ? 98 രൂപ കൊടുക്കാം. 1,00,000 താഴെ കിട്ടുന്ന ക്ലാസിക് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വരുമ്പോ മൊബൈൽ ഹോൾഡർ ഉണ്ട്, അതേപോലെ ബാറിന്റെ മിറേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ടൂറിംഗ് സീറ്റ് ആണ്. പിന്നെ ക്രാഷ് കാർഡ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആവശ്യമുള്ള വൈസറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് മേടിക്കുന്ന ആൾക്ക് എക്സ്ട്രാ ഒന്നും വെക്കേണ്ടതില്ല. അതേപോലെ സ്റ്റോക്ക് സീറ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു റേറ്റിന് കിട്ടാൻ സാധ്യത എവിടെയെങ്കിലും? ഇല്ല. ഇതെല്ലാം V4 ആണ്. ഇത് V4M ആണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ബുള്ളറ്റ്. പഴയ ബുള്ളറ്റ് നോക്കുന്നവർക്കുള്ള സ്പെഷ്യൽ വണ്ടിയാണ്. കണ്ടീഷൻ എങ്ങനെയുണ്ട്? അത് എല്ലാം ഫുള്ള് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. അതേപോലെ ടെസ്റ്റ് 2022 കഴിഞ്ഞത്. ഇനിയിപ്പോ 27 പേപ്പർ ഉണ്ട് വണ്ടിക്ക്. അതേപോലെ ഒന്നും ചെയ്യാനില്ല നിലവിൽ. അപ്പൊ ഈ സ്പെഷ്യൽ വണ്ടികളുള്ള സ്പെഷ്യൽ റേറ്റ് എത്ര? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ അടുത്ത ഷോറൂമാണിത്. ഓൾറെഡി ഒരു ഷോറൂം ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടോണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഷോറൂമിന്റെ പേര് വരുന്നത് റോയൽ റൈഡേഴ്സ്. എറണാകുളം ജില്ലയിൽ തമ്മനത്താണുള്ളത്. ഇപ്പൊ എന്റെ ഒപ്പം വീഡിയോയിലുള്ളത് ഷിജിത്താണ്. കഴിഞ്ഞ വീഡിയോയിൽ ഷിജിത്ത് ഉണ്ടായില്ല, അങ്ങും കളഞ്ഞു. നമ്മുടെ അവന്റെ പേരെന്തായിരുന്നു? ഷാനു ആയിരുന്നു. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നു ഓഫർ? എന്താ പേര് പറഞ്ഞല്ലോ? സമ്മർ സീസൺ സെയിലാണ്. അപ്പൊ അത് പ്രമാണിച്ച് മാക്സിമം ഡിസ്കൗണ്ടിലാണ് വണ്ടികൾ കൊടുക്കുന്നു എന്നാണ് ഷിജിത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ഇടാം അല്ലേ? അതെ, ഓഫർ ഇല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ റീസെന്റ് വീഡിയോയിൽ കുറച്ച് വില കൂടുതൽ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് വേറെ ഒന്നുമില്ല, ചില വണ്ടികൾ നമുക്ക് പാർക്കാൻ സെയിൽ വരുമ്പോൾ കസ്റ്റമറിന്റെ റേറ്റ് നമുക്ക് കുറച്ച് ആ ഒരു രീതിയിലാണ് വരുന്നത്. എന്നിരുന്നാലും മാക്സിമം നമ്മൾ നിങ്ങൾക്ക് ഒരു റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ ശ്രമിക്കുന്നതാണ്. ആളെ കണ്ടു മതി. അപ്പൊ നമുക്കിന്ന് വെറൈറ്റിക്ക് ബാക്ക് ചെയ്യുന്ന തുടങ്ങാം. എല്ലാ പ്രാവശ്യം ഫ്രണ്ട് ചെയ്യുന്നല്ലേ? അതെ. ഇന്ന് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടല്ലേ പൊതുവെ വെച്ച് നോക്കുമ്പോൾ? അതെ, അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടികളെല്ലാം കൊടുക്കാനുള്ളതല്ലേ? അതെ. അല്ലാതെ ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ടല്ലോ ഇന്ന സർവീസ് വണ്ടി എന്നൊക്കെയാണെന്ന്. ഇല്ല. അപ്പൊ അതേതാ വണ്ടി? അറ്റത്ര വണ്ടി ഇരിക്കുന്നുണ്ട്. ഇത് FC മോഡൽ ഏതാ? 6R. യെസ്. 2012 മോഡൽ. 2012 മോഡലാണ്. ഫിനാൻസ് കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് ഇത് എന്ത് റേറ്റിന് കൊടുക്കാൻ പറ്റും? 15 രൂപ നമുക്ക് കൊടുക്കും ഈ വണ്ടി. യെസ്. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നു. വെറും 15,000 രൂപയുടെ വണ്ടി. 2012 മോഡൽ, 15,000 രൂപ. ഫിനാൻസ് അവൈലബിൾ അല്ല, റെഡി ക്യാഷ് ആയിട്ട് വരും, വണ്ടി കൊണ്ടുവരും. അടുത്ത NS 200 ഏതാ മോഡലേ? 2017 മോഡൽ. എന്ത് വില കൊടുക്കും? 75 രൂപ കൊടുക്കാം. യെസ്. 75,000 രൂപയ്ക്ക് 2017 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അടുത്ത ഈ വണ്ടി ജിക്സർ അല്ലേ? 2016 മോഡൽ. 2016 ജിക്സർ എന്ത് വില കൊടുക്കും? 45 രൂപ കൊടുക്കാം. 45 രൂപ. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവോ? അതെ. 45,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്തത് ഇത് പാർക്കാൻ സെയിൽ അല്ലേ? ഹാർലി ഡേവിഡ്സൺ ഏതാ മോഡല്? ഇത് 2017 മോഡല്. നമുക്ക് ഇതൊരു 225 കൊടുക്കാം. 2,25,000 രൂപ കൊടുക്കാം. അപ്പൊ പഴയ വീഡിയോയിൽ കുറച്ച് കൂടുതലായിരുന്നു, നമ്മൾ കുറച്ച് കുറച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും നമുക്ക് ഇത് വിറ്റ് കണ്ട് തീർക്കണം. അതെ. പാർക്കാൻ സെയിൽ ആയതുകൊണ്ട് ചിലപ്പോൾ റേറ്റ് കൂടുതലാന്ന് കമന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യമേ പറഞ്ഞായിരുന്നു റീസൺസ് കാര്യങ്ങൾ. അടുത്ത XL നമുക്കൊരു 40 രൂപ കൊടുക്കാം. 40,000 രൂപയാണ് വണ്ടിയുടെ. സീറോ ഡൗൺ പേയ്മെന്റും ആണ്. സീറോ ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടിയാണ്. ഒറ്റ കാശ് കൊടുക്കേണ്ട, വെറുതെ കൈയും വീശി വരും, വണ്ടിയായിട്ട് പോകും. പക്ഷേ പ്രൂഫും കാര്യങ്ങളും വേണം കേട്ടോ, അല്ലാതെ വണ്ടി വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങോട്ട് മോഡൽ വരുന്നത് 2023 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ 11,840 ആണ്. നമുക്ക് ആ ഒരു അറ്റം തുടങ്ങാം. ആൽഫയാണത്. ആൽഫ. എന്ത് റേറ്റിന് കൊടുക്കും? ഇത് 37 രൂപ കൊടുക്കാം നമുക്ക്. ഏതാ മോഡല്? 2017 37,000 രൂപയാണ് വണ്ടി റേറ്റ് വരുന്നത്. ആക്ടിവ 2012 മോഡല്. 57 കിലോമീറ്റർ ഒന്നാണോ? 57,000 കിലോമീറ്റർ. വില വരുന്നത് നമുക്ക് ഒരു 18 രൂപ കൊടുക്കാം. യെസ്. 18 രൂപ വണ്ടി. അപ്പൊ 15 രൂപ വണ്ടിയുണ്ട്, 18 രൂപ വണ്ടിയുണ്ട്. ഇനിയും വണ്ടികൾ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതെ. അടുത്ത ഇത് ഏതാ മോഡല്? ജൂപ്പിറ്റർ 65 2021. 38,830 കിലോമീറ്റർ. 65,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സിംഗിൾ ആണ് ഓണർഷിപ്പ്. ഇതൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും? 10 രൂപ 15 രൂപ റേഞ്ച്. നമുക്ക് 2017 എത്ര? 17 മുതൽ ഫിനാൻസ് കിട്ടും. ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക്, ഫോട്ടോ എന്നിവയാണ് വേണ്ടത്. അപ്പോ ഡിയോ 2022 മോഡൽ. 24,000 കിലോമീറ്റർ. എന്ത് വരാം? നമുക്ക് 70 രൂപ കൊടുക്കാം. 70,000 രൂപയാണ് ഡിയോയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത ഫാസിനോ എസ് അല്ലേ? എന്ത് വില കൊടുക്കും? ഇത് 2023 മോഡൽ. വില പറ. 75 രൂപ. 75 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. 10 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കിടിലം വണ്ടി കിട്ടുന്നതാണ്. അടുത്ത സ്ക്രാം ഇരിക്കുന്നുണ്ടല്ലോ, ഏതാ മോഡല്? 2022 സ്ക്രാം. എന്ത് വില കൊടുക്കും? ഇത് 180 കൊടുക്കാം. കിലോമീറ്റർ എത്ര? 7,000 7,000 നമുക്ക് നോക്കാം.
8000 കിലോമീറ്റർ. 8000 കിലോമീറ്റർ. 8757.5 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കറക്റ്റ് പറയുന്നുണ്ട്. പക്ഷേ അതായത് ചിലപ്പോൾ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരും ടെസ്റ്റ് ചെയ്യണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. വില പറ. 180 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടും. 50 രൂപ ഡൗൺ പേയ്മെന്റ്. 50 രൂപ ഡൗൺ പേയ്മെന്റ്, ബാക്കി നമുക്ക് കൊടുക്കാം. അടുത്തത് കീവേ KGF-ന്റെ വണ്ടിയൊക്കെ പോലെ ഇരിക്കണ്ടല്ലോ ചെറുതായിട്ട്. ഒരു ബ്ലാക്കിഷ് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ആവോ? റോക്കി ബാഡ് വണ്ടിയാവോ? എന്ത് വില കൊടുക്കും റോക്കി ബാഡ് വണ്ടി? 22 മോഡലാണ്. 22 മോഡല് നമുക്കൊരു 65,000 കൊടുക്കാം. 65,000. ഇതിന്റെ ടയർ ഓൾറെഡി ഈ ഒരു മോഡൽ തന്നെയാണല്ലേ? അതെ. ഓക്കെ, 65,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഫിനാൻസ് കിട്ടും ഇതിന്? ഫിനാൻസ് കിട്ടും. എത്ര കയറും? അത് ചെയ്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും ഒരു 10-15 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റോണിൻ ഏതാ മോഡല്? 2023 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. എന്ത് വില കൊടുക്കും? 1,45 കൊടുക്കാം നമുക്ക്. 1,45,000 രൂപയാണ്. അപ്പൊ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ വണ്ടിക്ക് ഉണ്ടാവും വിചാരിക്കും. എടുത്തെടുത്താൻ പറയുന്നില്ല. ഡോമിനോർ 250 2021 മോഡൽ. അത് 21 മോഡല്. 1,55 ഡോമിനോറിന്റെ വില വരുന്നത്. 2023 കിലോമീറ്റർ എത്ര ഏകദേശം? കിലോമീറ്റർ ഏകദേശം ഒരു 37 ആ റേഞ്ച്. 40,000 കിലോമീറ്റർ താഴെയാണ് വരുന്നത്. അടുത്ത് ബെൻലി ഏതാ മോഡല്? ബെൻലി 2020 മോഡല്. 2020 മോഡൽ. നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടിയില്ലേ? അപ്പൊ നമ്മ രണ്ടാമത്തെ വണ്ടിയല്ലേ? അതെ. 0 ഡൗൺ പേയ്മെന്റ് ഉള്ള രണ്ടാമത്തെ വണ്ടിയാണ്. ബെൻലി ഏതാ മോഡൽ? അത് 2020 മോഡൽ. 20 മോഡല്. എത്ര കൊടുക്കാം? നമുക്ക് 1,05,000 രൂപ. 1,05,000 രൂപയാണ് വരുന്നത്. അപ്പൊ ഒറ്റ പൈസ അടക്കണ്ട, 0 ഡൗൺ പേയ്മെന്റ് കിട്ടും. അടുത്തത് ആക്റ്റീവ 125 ഏതാ മോഡല്? 2017 മോഡലാണ്. 17 മോഡല്. എത്ര കൊടുക്കും? നമുക്കൊരു 45 രൂപ കൊടുത്തളയാം. കിലോമീറ്റർ ഇതിലുണ്ടാവൂലേ? എത്ര ഇട്ടേക്കണം? 60,000 കിലോമീറ്റർ. അപ്പൊ ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് 10-15 രൂപ ആ റേഞ്ച്. അടുത്ത ആക്റ്റീവ 5G 2017 മോഡൽ. 18 മോഡൽ. 51,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. എന്ത് വില കൊടുക്കും? 52 കൊടുക്കാം. 52,000 രൂപയാണ്. ഏകദേശം ഒരു 10 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് മതി. വെസ്പ 2 ഉണ്ടല്ലോ, 2 റെഡ് കളർ. അതെ. ഇത് 2021 80 രൂപ. ഇത് 2021 85. രണ്ടും 26,000 കിലോമീറ്റർ ആണ്. അതെ. എത്ര വില? 80 85 ആണ്. ഇത് പാർക്കാൻ സെയിലാണോ? പാർക്കാൻ സെയിൽ വണ്ടിയാണ്. അപ്പൊ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 10-12 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്തൊരു എൻറ്റോർക്ക് റേസ് എഡിഷൻ ഇരിക്കണ്ടല്ലോ. ഇത് 2022 മോഡല്. 22 മോഡല്. എന്ത് വില കൊടുക്കും? നമുക്കൊരു 75 രൂപ കൊടുക്കാം. 75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 12,385 കിലോമീറ്റർ. 75 എന്ന് പറയുമ്പോൾ ഒരു 10-20 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. റേസ് എഡിഷൻ ആണോ? റേസ് എഡിഷൻ ആണ്. ഇത് ഓഫറാണോ? ഓഫറാണ്. ഇൻട്രൂഡർ 2019 വണ്ടി. 2019 മോഡൽ. എന്ത് വില? 50,000 കൊടുക്കാം. യെസ്, 50,000. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഡൗൺ പേയ്മെന്റ് ഒരു 5,000 മതി. യെസ്, വെറും 5,000 രൂപക്ക് ഈ ഒരു മസ്കുലർ വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നല്ല മസിലുള്ള വണ്ടിയാണ്. അതെ. യെസ്. അടുത്ത 2 V3 ഇത് 21 വണ്ടി. 2021 2019 2019 എന്ത് വില വരും? 21 നമുക്കൊരു 1,40 കൊടുക്കാം. 1,40. മറ്റേ 19 ആണെങ്കിൽ 19,90 കൊടുക്കാം. 90,000 രൂപ. യെസ്. അപ്പോൾ 1,00,000 താഴെ വെറും 90,000 രൂപക്ക് V3 ഇരിക്കുന്നുണ്ട്. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഇതൊരു 10 രൂപ മതിയാവും. യെസ്, 10 രൂപ ഡൗൺ പേയ്മെന്റ്. ഓണർഷിപ്പ് ഏതാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 90,000 നല്ല ഡീലാണെന്ന് തോന്നുന്നല്ലോ. അതെ. വില മാറിപ്പോട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഈ വില കിട്ടുന്നതാണ്. 2 റൈഡർ ഇരിക്കണ്ടല്ലോ. 2023 മോഡല്. 85,000 കൊടുക്കാം. 85,000 രൂപയാണ്. 10,000 താഴെ ഓടിയിട്ടുള്ളൂ. 10,000 താഴെ ആയിട്ടുള്ള കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 2 ഡൂക്ക് ഇരിക്കുന്നുണ്ട്. 3 ഡൂക്ക്. എത്ര ഡൂക്ക്? 3 അല്ലേ? അതെ, 3 ഡൂക്ക്. യെസ്. ഇത് ഏതാ മോഡല്? 2022. 2022 ഡൂക്ക് 200 ആണ്. 2 കേട്ടോ. 19,500 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് വിചാരിക്കുന്നത്. വില എന്താ? ഇതൊരു 1,65 കൊടുക്കാം. രണ്ടും 1,65 കൊടുക്കാം. 1,65 ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. എത്ര ഫിനാൻസ് കയറും? ഫിനാൻസ് ഒരു 1,10 വരെ ഫിനാൻസ് കയറും. യെസ്. അപ്പോൾ ഏകദേശം 50-60 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇതാണെങ്കിൽ ഡൂക്ക് ആണെങ്കിൽ 1,50 കൊടുക്കാം നമുക്ക്. 1,50. സ്പെഷ്യൽ 22 മോഡലാണ്. 22 മോഡൽ. 1,50,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. അതെ. അടുത്തത് N160 123 2022 ഉണ്ട്, 22 ഉണ്ട്, 24 ഉണ്ട് അല്ലേ? അതെ. ഇത് രണ്ടും 22. ഇതിന്റെ റേറ്റ് എന്ത് വരും? 1,05. 1,05,000 രൂപയാണ്. രണ്ടും സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 24,000 23,000 കിലോമീറ്റർ വെച്ച് ഓടിയിരിക്കുന്നത്. ഏകദേശം ഒരു 30-40 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഇതിന്റെ വയസ്സ് പറയുന്നത് 24 മോഡൽ അല്ലേ? 24 മോഡൽ 7,000 കിലോമീറ്റർ. വെറും 7,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്ത് വില? 1,10 കൊടുക്കാം. 1,10 കൊടുക്കാൻ പറ്റും. ഇങ്ങോട്ട് വരും. ഇവിടെ വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്തത് ഒരു NS 160 2023 വണ്ടി. 10,000 കിലോമീറ്റർ അല്ലേ? 1,00,000
1.10 കൊടുക്കാം. 1.10 കൊടുക്കാം. ക്ലീൻ വണ്ടിയാണ്. ഏകദേശം ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി എടുക്കാം. അടുത്ത് 200 അല്ലേ NS? 200. ഏതാ മോഡൽ? 2020 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്. എന്ത് വില കൊടുക്കും? 1.5 കൊടുക്കാം നമുക്ക്. 1,05,000 രൂപയാണ്. അപ്പൊ ഇതും ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത പൾസർ 150 ഉണ്ട്, 125 ഉണ്ട്, 180 ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? 220 ഉണ്ടോ? 220 ഇല്ല. അപ്പൊ ഈ 150 എന്ത് വില വരും? 2024 മോഡൽ 90 രൂപ വണ്ടി കിട്ടുന്നതാണ്. ഏകദേശം 10-15 ഡൗൺ പേയ്മെന്റ്. 125 ആണെങ്കിൽ 125 നമുക്ക് 2023 71 രൂപ. 71 രൂപ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് 2017 മോഡൽ 180 ആണ്. 180 ആണ്. വില എന്താ വരുന്ന? നമുക്ക് 42 രൂപ കൊടുക്കുക. 42. അതേപോലെ ഒരു 10 രൂപ 15 രൂപ ആ റേഞ്ച്. ഏകദേശം 10-15 ഡൗൺ പേയ്മെന്റിൽ ആ വണ്ടി കിട്ടുന്നതാണ്. അടുത്തത് നമുക്ക് ഗ്ലാമർ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ഗ്ലാമർ 2019 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. 48 രൂപ കൊടുക്കാം നമുക്ക്. 48 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് അവൈലബിൾ ആണല്ലോ? ഫിനാൻസ് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് മതി വിചാരിക്കുന്നു. 10 രൂപ ഒരു 3000 രൂപ എടുക്കാം. 3000 രൂപ ഡൗൺ പേയ്മെന്റിൽ ആ വണ്ടി കിട്ടുന്നുണ്ട് ഗൈസ്. അടുത്തത് ഷൈൻ ആണോ? ഷൈൻ 2020-21 രജിസ്ട്രേഷൻ വരുന്നത്. എത്ര കിലോമീറ്റർ? 38,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് ഉണ്ട്. നമുക്ക് 65,000 കൊടുക്കാം. 65,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ 10-20 രൂപ പറയുന്നതാണ്. FC ഏതാ മോഡൽ വെർഷൻ? FC 2024 മോഡൽ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. 1.15 കൊടുക്കാം നമുക്ക്. 1.15 കിലോമീറ്റർ ആകെ 19,000 കിലോമീറ്റർ ആണ് അവിടെ ഇരിക്കുന്നത്. അടുത്തത് CT 110X ഇരിക്കുന്നുണ്ട്. 2023 ആണ്. അതെ. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. 36,000 കിലോമീറ്റർ. വില നമുക്ക് വരുന്നത് 62 രൂപ. 62,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇതും ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വരും? അതന്നെ മതി. 10 രൂപ 15 രൂപ ആ റേഞ്ച് തന്നെ വരും. അടുത്തതൊരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടല്ലോ. ഏതാ മോഡല്? 2017 ആണ്. 2017 മോഡലാണ്. 20 കിലോമീറ്റർ ഇറക്കണം. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്ത് വില വരും? നമുക്കിതൊരു 75 രൂപ കൊടുക്കാം. 75,000 രൂപ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 10 രൂപ മതിയാവും. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി കിട്ടുന്നതാണ്. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്. പേരെന്താ വണ്ടിയുടെ പേര്? റേഡിയോൺ. 2021 മോഡൽ. 2021 അല്ലേ? 11,000 കിലോമീറ്റർ ഓടി വരുന്നു. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വില തന്നെയാണോ? 45,000. കുറക്കോ? 42 കൊടുക്കാം. 42,000 രൂപക്ക് ഈ വണ്ടി കിട്ടുന്നതാണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്ത പാഷൻ 2016 മോഡൽ പാഷൻ പ്രോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ. വില 35,000 രൂപയാണ്. ഫിനാൻസ് കിട്ടോ? കയറോ? ഫിനാൻസ് കിട്ടുന്നതാണ്. ഒരു നിസ്സാര ഡൗൺ പേയ്മെന്റ് ഒക്കെ മതിയാവും. അപ്പൊ ഈ വണ്ടി HF Deluxe ആണെങ്കിൽ 2021 അല്ലേ? 20 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 54,000 കിലോമീറ്റർ. വില വരുന്നത് ഇതിൽ 47 ആണ്. അതാ വെച്ചത്. ഇതിൽ 47 ഇട്ടേക്കണം. ഇതിൽ ഓഫർ ഉണ്ടാവോ? നോക്കിട്ട് ചെയ്യാം. 47,000 ഇട്ടേക്കണം. എന്ത് വില കൊടുക്കും നമുക്ക്? 46,000 കൊടുക്കാം. 46,000 രൂപ കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വീണ്ടും ഒരു HF Deluxe 2021-22 രജിസ്ട്രേഷൻ. നമുക്ക് 52,000 കൊടുക്കാം. 16,000 കിലോമീറ്റർ ആണ്. 52,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇനി ബുള്ളറ്റുകളുടെ മുമ്പിൽ ചാകരകൾ വരുന്നുണ്ടല്ലോ ഇവിടെ നോക്കുമ്പോൾ. റോയൽ എൻഫീൽഡ് ചാകരയാണോ? കുറെ ഇറക്കുന്നുണ്ടല്ലോ. എവിടെ നിന്ന് കിട്ടി ഇത്രയും കളക്ഷൻസ്? നമുക്ക് ഷോറൂം ഉണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടി. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷോറൂമുള്ള മറന്നു പോയായിരുന്നു. അവിടെ എക്സ്ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. സെന്റ് മേരീസ്. എവിടെ കറക്റ്റ് ലൊക്കേഷൻ? കലൂരുണ്ട്, ചിറ്റൂർ റോഡുണ്ട്. അപ്പൊ പുതിയ എൻഫീൽഡിന്റെ കളക്ഷൻസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് സമീപിക്കാല്ലേ? അതെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പറയുന്നതാണ്. ഇത് 2020 മോഡൽ ES അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ? 34,675 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.35 ആസ്കിംഗ് ആണത്. നമ്മുടെ റേറ്റ് പറ. നമുക്ക് റെഡിയാക്കാം. എന്തിനു കൊടുക്കും? 1.32 കൊടുക്കാം. 1,32,000 കൊടുക്കും. പിന്നെ റേറ്റ് കുറപ്പിക്കുകയാണ്. അടുത്തത് ക്ലാസിക് 350. ഏതാ മോഡല്? 2017 മോഡൽ. കിലോമീറ്റർ എത്ര? 17 മോഡല്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്കൊരു 98 രൂപ കൊടുക്കാം. 1,00,000 താഴെ കിട്ടുന്ന ക്ലാസിക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫിനാൻസ് കിട്ടും. 10 രൂപ ഡൗൺ പേയ്മെന്റ്. 10 രൂപ. അടുത്ത ഇതാണെങ്കിലോ? സ്റ്റാൻഡേർഡ് 2018 സെക്കൻഡ് ഓണർഷിപ്പ്. എന്ത് വില കൊടുക്കും? നമുക്കൊരു 92 തന്നെ കൊടുക്കാം. 92,000 വരുന്നത്. 33,424 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടുത്തത് ഒരു ഹിമാലയൻ 2018 മോഡൽ. 2018 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എന്ത് വില കൊടുക്കും? ഇത് 1.60 കസ്റ്റമർ. പാർക്കാൻ സെയിലാണ്. 1.60. അപ്പൊ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അതെ, കസ്റ്റമർ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്യുന്നതായിരിക്കും. ഇത് ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 1.10 വരെ കയറും. അപ്പൊ ഏകദേശം 40-50 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. എക്സ്പൾസ് ഏതാ മോഡല്? 2021 മോഡല്. നമുക്കൊരു 1.5 ഇറക്കാം വണ്ടി. 1.5 ഇറക്കാം. വണ്ടി എങ്ങനെയുണ്ട് കണ്ടീഷൻ?
വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്ത ഓഫർ മറ്റേ ഇതല്ലായിരുന്നു, എന്തായിരുന്നു ഓഫർ ഓർമ്മയുണ്ടോ? വൗച്ചറാണ് കൊടുത്തത്. അപ്പോൾ അതിൽ നമുക്ക് അഷ്യൂർഡ് ആയിട്ട് 10,000 രൂപ വരെയൊക്കെ ഉണ്ടായിരുന്നു. ആർക്കിലും 10,000 കൊടുത്താൽ 5,000 വരെ കയറി. യെസ്, അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ മാസം വരെ ഉണ്ടായുള്ളൂ. പ്രാവശ്യം വേറെ ഓഫറാണ്, ജസ്റ്റ് പറഞ്ഞോളൂ. യെസ്, അപ്പോൾ ഇതിന്റെ വില 1,05,000 വരുന്നത്. അപ്പോൾ ഈ വെള്ളക്കൂട്ടന അത് 2022 മോഡല് പ്രത്യേക വണ്ടിയാണല്ലേ? അതെ, 21 മോഡല് പറക്കാൻ സെയിൽ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കേണ്ട വണ്ടിയല്ല. എന്ത് റേറ്റ് ഇപ്പോൾ അവസാനം കൊടുക്കാന്നാണ് പറയുന്നത് ആള്? 1,40. കസ്റ്റമർ 1,10 വരെ വന്നിട്ടല്ലേ, 15 വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ജെന്യൂൻ ആയിട്ട് കസ്റ്റമർ വരുമ്പോൾ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും. അടുത്തത് നമുക്ക് ഏത് വണ്ടി വേണം ഹീറോയിലേക്ക് വരുമ്പോൾ? അവിടെ ആ ഒരു തണ്ടർബേർഡ് ഇരിക്കണ്ടേ, ഏതാ മോഡല്? ഫസ്റ്റ് എന്താ? അത് 2016 മോഡല്. എന്ത് വില? അത് 75 രൂപ. 75. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത് ഫിനാൻസ് കിട്ടും? 15 അല്ലേ? 17 കിട്ടില്ല. അടുത്താണെങ്കിൽ തണ്ടർബേർഡ് 2017 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. എന്ത് വില? നമുക്കൊരു 85,000 കൊടുക്കാം. 85,000 രൂപയാണ് വണ്ടിയുടെ വില വരുന്നത്. അടുത്ത വീണ്ടും തണ്ടർബേർഡ് 2015 മോഡൽ. 15 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത ക്ലാസിക് 2 ക്ലാസിക് കൊണ്ട് ഇരിക്കണ്ടല്ലോ. 2015 ആണ്. 2015 മോഡൽ 75,000 കൊടുക്കാം നമുക്ക്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 53,000 കിലോമീറ്റർ. ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2018 മോഡൽ. 1,15 കൊടുക്കാം നമുക്ക്. 1,15. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 46,000 കിലോമീറ്റർ ഓടിക്കുന്നത്. അടുത്തത് ഓലയല്ല S1 Pro 2023 മോഡലാണ്. എന്ത് വില? നമുക്കൊരു 89 രൂപ കൊടുക്കാം. 89. ഫിനാൻസ് കിട്ടില്ല നമുക്ക്. ഇലക്ട്രിക് ഫിനാൻസ് കിട്ടില്ല. 350Xന്റെ റേറ്റ് പറയുകയാണെങ്കിൽ അത് 1,5. 2018 മോഡലാണ്. 1,5 അല്ലേ? 1,5 എന്ന് പറയുമ്പോൾ ഒരു 15 ഡൗൺ പേയ്മെന്റിലൊക്കെ ഏകദേശം ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. യൂണിക്കോൺ ഏതാ മോഡല്? യൂണിക്കോൺ അത് 2017 മോഡൽ. അല്ല സോറി, 2021 മോഡൽ യൂണിക്കോൺ. 21 മോഡൽ. ഓണർഷിപ്പ് നിങ്ങളാണോ? സിംഗിൾ ഓണർഷിപ്പ്. എന്ത് വില? നമുക്കൊരു 80 രൂപ കൊടുക്കാം. 80,000 രൂപ. ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ് അല്ലേ? മതി. ഈ യൂണിക്കോൺ ഏതാ മോഡല്? രണ്ടെണ്ണം ഉണ്ടല്ലോ സെയിം കളർ. ഇത് 2019 150 ആണോ? അത് 160 ആയിരുന്നു. ഇത് 160 ആണ്. ഇത് 150. ഇത് രണ്ട് 150 ആണ് ഡിമാൻഡ് നമുക്ക് കൂടുതൽ വരുന്നത്. ഓക്കെ, എന്ത് വില വരും? ഇത് വരുമ്പോൾ 72 രൂപ. അതാണെങ്കിൽ 90 രൂപ. 90. ഇത് 2022 2019 ആണ്. രണ്ടും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്ററും 33,000 കിലോമീറ്റർ. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. രണ്ടും ഫിനാൻസ് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 20 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. നമുക്ക് അകത്തേക്ക് ഇനി കളക്ഷൻസ് ഇരിക്കണ്ടല്ലോ. അതെ, അകത്ത് ഏതൊക്കെ വണ്ടിയാണ്? BMW ഉണ്ട്. BMW, ട്രയംഫ്. ട്രയംഫ് പുതിയ പിന്നെ R15 കുറെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ V4 ഇരിക്കുന്നുണ്ട്. V4 ഇരിക്കുന്നുണ്ട്. പുറത്ത് വേറൊരു വണ്ടി ഇരിക്കുന്നുണ്ട്. ഇന്റർസെപ്റ്റർ SD ആണോ? SD ഇരിക്കുന്ന ഇന്റർസെപ്റ്റർ ഉണ്ട്. പിന്നെ ഒരു റെയർ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. അതെ, അപ്പൊ അകത്തേക്ക് പോവാം. ഗായ്സ്, അപ്പൊ വീഡിയോ എടുക്കണേലൊക്കെ ഡെലിവറി ഉണ്ട്. പേരെന്താണ്? ഗൂഗിൾ. എവിടെന്നാ വരുന്നതാ? ആലപ്പുഴയിൽ നിന്ന് എത്തിയ ഗൂഗിളാണ്. എങ്ങനെ വീഡിയോ കണ്ടിട്ട് എത്തിയതാണോ? വീഡിയോ വന്നിട്ട് യൂട്യൂബ് കണ്ടിട്ട് എത്തിയത്. അപ്പൊ യൂട്യൂബ് ആവുമ്പോ നമ്മളാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് V4M അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? റേറ്റും കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താ? സെറ്റാണ്. ഓക്കെയാണ്. ഈ വണ്ടി മാത്രം നോക്കാനാണ് വന്നത്? വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ? അല്ല, ഞാനിത് ഓൺലൈനിൽ കണ്ടു നോക്കിയതാ. പിന്നെ ഇവിടെ വന്നപ്പം വണ്ടി ഓക്കെയാണ്, സെറ്റ് ഓക്കെയാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞു, പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു. മാക്സിമം ഡിസ്കൗണ്ട് എല്ലാം കൊടുത്തിട്ടല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാപ്പി ജേണി. ഹെൽമെറ്റ് ഒക്കെ എന്തേ? സെറ്റ്. ഹെൽമെറ്റ് ഉണ്ട്. ഹെൽമെറ്റ് ഒക്കെ സെറ്റ് ആണ്. അപ്പൊ ഓക്കെ, നടക്കട്ടെ. ശരി. അപ്പൊ അകത്തേക്ക് വരുമ്പോ ഒരു BMW വണ്ടി ഇരിക്കുന്നുണ്ട്. ഏതാ? GS 3 ആണ് ഇരിക്കുന്നത്. വണ്ടി എങ്ങനെയുണ്ട് കണ്ടീഷൻ? 2024 മോഡൽ. അത് കണ്ടീഷൻ എങ്ങനെയുണ്ട്? കണ്ടീഷൻ പക്ക കണ്ടീഷനാണ്. എക്സ്ട്രാ കുറച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി? പിന്നെ പാൻ കാർഡ് അത്രേ ഉള്ളൂ. ബാക്കി ഇതിനൊക്കെ എന്ത് വില വരും ഏകദേശം പറയണെങ്കിൽ? ഏകദേശം ഒരു ഷോറൂമിൽ റേറ്റിംഗ് വരുന്നുണ്ട്. എത്ര വില വരുന്നത്? ഇതിപ്പോ 2024 മോഡലാണ്. ഏകദേശം ഒരു 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വില നമുക്ക് റേറ്റ് വരുന്നത് 3,50,000. 3,50,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ ഇന്റർസെപ്റ്റർ ഏതാ മോഡല്? ഇന്റർസെപ്റ്റർ 2022 മോഡലാണ്. 22 മോഡലാണ്. ഫുൾ ആക്സറീസ് ലോഡർ ആണ്. നമുക്ക് വരുമ്പോൾ മൊബൈൽ ഹോൾഡർ ഉണ്ട്. അതേപോലെ ബാറിന്റെ മിറേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ടൂറിംഗ് സീറ്റ് ആണ്. പിന്നെ ക്രാഷ് കാർഡ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആവശ്യമുള്ള വൈസറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ മേടിക്കുന്ന ആൾക്ക് എക്സ്ട്രാ ഒന്നും വെക്കേണ്ടതില്ല.
അതേപോലെ സ്റ്റോക്ക് സീറ്റ് അവൈലബിൾ ആണ്. സ്റ്റോക്ക് സീറ്റ് അവൈലബിൾ ആണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ ഏകദേശം 5000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 5000 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പുതിയ വണ്ടിക്ക് പകരം നമുക്ക് ഇത് എടുക്കാം. മോഡൽ 2022 മോഡലാണ്. എന്ത് വില? നമുക്കൊരു 2,99 കൊടുക്കാം. 2,99,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം 10-70 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് വരും വിചാരിക്കുന്നു. അടുത്തൊരു സ്പെഷ്യൽ വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ, വെറും എത്ര കിലോമീറ്ററാണ് ഇത് ഓടിക്കുന്നത്? 7000 കിലോമീറ്റർ. വെറും 7000 കിലോമീറ്റർ ഓടിയ ട്രയംഫിന്റെ സ്പീഡ് 400 ആണ്. അതെ, കിടിലൻ വണ്ടിയാണ്. എന്ത് മാർക്കറ്റ് റേറ്റ് എന്ത് വരുന്നുണ്ട് ഈ വണ്ടിക്ക്? ഇതിപ്പോ പുതിയ വണ്ടിക്ക് ഏകദേശം 3 ലക്ഷത്തിന് മേലെ ഉണ്ട്. നമുക്ക് ഇത് വരുന്നത് 2,50,000 ആണ്. 2,50,000. 2024 ആണോ? 2,50,000. 2024 ആണ്. അപ്പൊ ഈ ഒരു റേറ്റിന് കിട്ടാൻ സാധ്യത ഉണ്ടോ എവിടെയെങ്കിലും? ഇല്ല. പൊതുവെ എന്ത് വില വരുന്നുണ്ട് വണ്ടിക്ക്? 2,60,000 മേലെ വരുന്നുണ്ട്. അപ്പൊ സ്പെഷ്യൽ റേറ്റ് 2,50,000 രൂപയാണ് വണ്ടിക്ക് വരുന്നത്. അപ്പൊ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 50 രൂപ നമുക്ക് 2 ലക്ഷം ലോൺ കിട്ടും. ഏകദേശം 50,000 ഡൗൺ പേയ്മെന്റ് വണ്ടിക്ക് വരുന്നത്. അടുത്തത് V4ഉം V3 അല്ലേ ഇരിക്കുന്നത്? അല്ലാതെ V4 ആണല്ലോ അല്ലെ? ഇതെല്ലാം V4 ആണ്. ഇത് V4 M ആണ്. ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 11,000 കിലോമീറ്റർ ആണ് വരുന്നത്. 1,00,000 നമുക്കൊരു 1,58,000 കൊടുക്കാം. ഓഫർ റേറ്റ് ആണ്. ഓഫർ റേറ്റ്. യെസ് ഗൈസ്, അപ്പോൾ ഓഫർ റേറ്റ് 1,58,000 രൂപയ്ക്ക് V4 M ഉണ്ട്. ആ V4 ആണെങ്കിൽ 2023 മോഡല്. 23 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 22,000 കിലോമീറ്റർ. വില പറ? നമുക്കൊരു 1,52,000 കൊടുക്കത്. 1,52,000. അതുപോലെ 2 ടയറും പുത്തൻ ടയറാണോ? ആൽഫയുടെ ടയറും കിട്ടണം കസ്റ്റമർ പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. അടുത്ത V4 ആണെങ്കിലോ? അത് 2023 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. വെറും 9,000 കിലോമീറ്റർ. എന്ത് വില കൊടുക്കാൻ പറ്റും? ഇതൊരു 1,48,000 കൊടുക്കാം. 48 സ്പെഷ്യൽ ഓഫർ ആണ്. അതെ, സ്പെഷ്യൽ ഓഫറിൽ 1,48,000 V4 കിട്ടുന്നതാണ്. അടുത്ത 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 10,000 കിലോമീറ്റർ. എന്ത് വില കൊടുക്കും? നമുക്കൊരു 2,58,000 കൊടുക്കാം. 2,58,000 രൂപയാണ് വരുന്നത്. ഫിനാൻസ് വീഴുമല്ലോ? എത്ര വീഴും? ഫിനാൻസ് 2 ലക്ഷം രൂപ വീഴും നമുക്ക്. അപ്പൊ ബാക്കി ഫിനാൻസ് ബാക്കി ഡൗൺ പേയ്മെന്റ്. ഈ RC ഏതാ മോഡല്? ഇത് 2019 മോഡല്. 125 ആണോ? 125 ആണ്. 2019. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്കൊരു 1,15,000 കൊടുക്കാം. 1,15 അല്ലേ? അതെ, അത്യാവശ്യം കുറച്ചിട്ടുണ്ട്. ഞാൻ റേറ്റ് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അപ്പാച്ചി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പാച്ചി RTR. അത് 200 ആണ്. RTR. ഇത് പുതിയതാണോ വണ്ടി? പുതിയ വണ്ടി. DC ആണ്. കെൽസൺ വണ്ടിയാണ് കേട്ടോ. അതെ, 2024 സിംഗിൾ ഓണർഷിപ്പ്. 4,895 കിലോമീറ്റർ. വില വരുന്നത് അത് 1,35 ആണ്. എന്തെങ്കിലും കുറയോ? നമുക്കത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമേഴ്സിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു തന്നെ ചെയ്ത് കൊടുക്കാം. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ബുള്ളറ്റ്. പഴയ ബുള്ളറ്റ് നോക്കുന്നവർക്കുള്ള സ്പെഷ്യൽ വണ്ടിയാണ്. കണ്ടീഷൻ എങ്ങനെയുണ്ട്? അത് എല്ലാ ഫുള്ള് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. അതേപോലെ ടെസ്റ്റ് 2022 കഴിഞ്ഞത്. ഇനിയിപ്പോ 27 പേപ്പർ ഉണ്ട് വണ്ടിക്ക്. അതേപോലെ ഒന്നും ചെയ്യാനില്ല നിലവിൽ. അപ്പൊ ഈ സ്പെഷ്യൽ വണ്ടികളുടെ സ്പെഷ്യൽ റേറ്റ് എത്ര? നമുക്കൊരു 1,10,000 കൊടുക്കാം. 1,10. ഫിനാൻസ് കിട്ടില്ലല്ലോ? ഫിനാൻസ് കിട്ടില്ല. നമുക്ക് റെഡി ക്യാഷ് എടുക്കണം. പഴയ ബുള്ളറ്റ് ആഗ്രഹിക്കുന്നവർക്കുള്ള വണ്ടിയാണ്. ഈ ഇന്റർസെപ്റ്റർ ഏതാ മോഡല്? ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 27,000 കിലോമീറ്റർ അല്ലേ? അതെ, നമുക്കൊരു 2,85 ആണ് റേറ്റ് വരുന്നത്. 2,85. എത്ര ഡൗൺ പേയ്മെന്റ് വരും? അത് നമുക്കൊരു 2 ലക്ഷം രൂപ ലോൺ കിട്ടും നമുക്ക്. ബാക്കി ഏകദേശം 80-85 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് അടുത്ത് വരുന്നത് MT പറഞ്ഞിരിക്കുന്നുണ്ട്. 24 ഇത് 2024 മോഡൽ. ഓണർഷിപ്പ് 9,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 9,000 കിലോമീറ്റർ. വില 1,80. എത്ര ഡൗൺ പേയ്മെന്റ് വരും? നമുക്കൊരു 50 രൂപ വേണ്ടി വരും ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ്. ബാക്കി നമുക്ക് ഫിനാൻസ്. അപ്പോ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 2 വണ്ടിയും കൂടി ഇരിക്കുന്നുണ്ടല്ലേ? അതെ. SD ഏതാ മോഡല്? 2022 10,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. 10,000 കിലോമീറ്റർ അല്ലേ? അതെ, ഒരു 1,50 നമുക്ക്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2022 ആണ്. ഫിനാൻസ് കയറുമല്ലോ? 10-40 രൂപ ഡൗൺ പേയ്മെന്റ് ആക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് ഒരു V-Strom ഇരിക്കുന്നല്ലോ. V-Strom 2023-24 രജിസ്ട്രേഷൻ. 2023-24 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടി ഉണ്ടാവും? ഏകദേശം കിലോമീറ്റർ 16,000 കിലോമീറ്റർ. ഒരു മിനിറ്റ്, 16 കറക്റ്റ് പറയാം. കിലോമീറ്റർ ഒക്കെ കറക്റ്റ് നോക്കാം. 16,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വില വരുന്നത് 1,95. 1,95,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പൊ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പൊ ഇത്ര വണ്ടിയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത്. വേറെ ഏതെങ്കിലും വണ്ടി ഇനി നമുക്ക് വരാനുണ്ടോ? വർക്ക് സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ കണ്ട വണ്ടീസ് അല്ലാതെ ഏതെങ്കിലും വണ്ടി ഇറക്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? അതേപോലെ നമുക്ക് 2016 ഹിമാലയനും കൂടി ഉണ്ട്. സർവീസിലാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന അതുകൂടാതെ വേറെ ഏതെങ്കിലും വണ്ടി നമുക്ക് വണ്ടി കൊടുക്കാം. അപ്പൊ അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ സമീപിക്കാം. മാക്സിമം എല്ലാം തരുന്നതാണ്.
അപ്പൊ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയില് കല്ലൂർ കത്തിരിക്കട റോഡിലാണ് വരുന്നത് അല്ലേ? അതെ. ഗൂഗിൾ ഡേയ്സ് എന്നുള്ള നമ്മുടെ മാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ചേച്ചി എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ വണ്ടികളിൽ നിന്ന് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ വിലയും കാര്യങ്ങളും ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? അതെ, ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് സ്പെഷ്യൽ ഓഫർ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മുടെ അടുത്തുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സുജിത്തെ താങ്ക് യു. അടുത്ത വീഡിയോ എന്നാ വരുന്നത്? ഈ മാസം അടുത്ത ദിവസം തന്നെ. അപ്പൊ മാക്സിമം പോയി കഴിഞ്ഞാൽ പുതിയ വീഡിയോ വരുന്നതാണ്. അപ്പൊ പവർ അല്ലേ? അതെ, ബൈ കൊടുത്തേക്ക്. ബൈ.